ഹലോ, നമസ്കാരം. നിങ്ങളുടെ മേശ മുകളിൽ അല്ലെങ്കിൽ ജനാലക്കരികിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റേതെങ്കിലും സ്ഥലത്ത് ഒരു ചെറിയ ഉദ്യാനം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇതിനായി ഒരു പൊട്ടിയ പ്ലേറ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സൈഡ് പൊട്ടിപ്പോയിട്ടുണ്ട്. അതിൽ കുറച്ച് ഗ്രാവൽ, അതായത് ചരൽക്കല്ലുകൾ ഇടാം. ചരൽക്കല്ലുകൾ നിരത്തിയ ശേഷം അതിനുമേലെ വൃത്താകൃതിയിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്യുക. ഈ പ്ലാസ്റ്റിക് ഷീറ്റിന് വേണമെങ്കിൽ കുറച്ച് തുളകൾ ഇട്ട് കൊടുക്കാം, പക്ഷെ അവിടെ ഇട്ടിട്ടില്ല. അതിൻ്റെ വശങ്ങളിലെല്ലാം ഇങ്ങനെ കല്ലുകളൊക്കെ വെച്ചിട്ട് വശങ്ങളിൽ ഇങ്ങനെ കല്ലുകൾ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ പാത്രത്തിൻ്റെ വക്കുകളൊക്കെ കാണാത്ത വിധം കുറച്ച് പുറത്തേക്ക് തള്ളി വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ പാത്രമാണെന്ന് പിന്നെ നമുക്ക് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ തോന്നില്ല. ഇങ്ങനെ ചുറ്റുഭാഗം കല്ലുകൾ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ മണ്ണിൽ ഞാൻ അല്പം ചാണകപ്പൊടിയും മണലും മിക്സ് ചെയ്തിട്ടുണ്ട്. മണ്ണ് കുറച്ച് മതി. ഇത് നമ്മൾ മേലത്തെ ലെയറിൽ ഇങ്ങനെ വിതറി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തുള ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് താഴെ ശേഖരിക്കപ്പെടുന്ന വെള്ളം വളരെ കുറേശ്ശെ ചെടികൾക്ക് പിന്നീട് ഉപകാരപ്പെടുന്ന രീതിയിൽ വലിച്ചെടുക്കാൻ കഴിയും. ഇവിടെ ഞാൻ ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ദിവസവും നനച്ചു കൊടുക്കാൻ എനിക്ക് പറ്റും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള ചെടികൾ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കൂടുതലും കുറഞ്ഞ വെള്ളത്തിൽ വളരുന്ന ചെടികൾ നോക്കി സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങളുടെ ഗാർഡനിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന ചെടികൾ പരമാവധി സെലക്ട് ചെയ്യുക. അതുപോലെ കുറഞ്ഞ സൂര്യപ്രകാശത്തിലും ഉണ്ടാവുന്ന ചെടികളാണ് നല്ലത്. ഇത് വാട്ടർ ബാമ്പു എന്നുള്ള ചെടിയാണ്. നല്ല വെള്ളം വേണ്ട ഒരു ചെടിയാണ്. വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി പോകുന്ന ചെടിയാണ്. ഞാനൊരു പരീക്ഷണാർത്ഥമാണ് ഇതിൽ വെക്കുന്നത്. മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണത്. അപ്പം ഞാൻ ഇങ്ങനെ ഇത് മോസാണ്. നമ്മുടെ ടെറസിൻ്റെ മേലൊക്കെ കാണുന്ന പായലാണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അതിൻ്റെ വലിയ വേരുകളൊക്കെ ഒന്ന് വെട്ടിക്കളയുക. മഞ്ഞ പിടിച്ച ഇലകൾ ഒഴിവാക്കുക. എന്തായാലും ഇത് നമ്മൾ വെച്ചിട്ട് കുറച്ച് ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ മഞ്ഞ ഇലകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ പിന്നെ അങ്ങനെ വെട്ടി ഒഴിവാക്കുക. നമ്മൾ മറിഞ്ഞു വീഴാനായിരിക്കും വശങ്ങളിലൊക്കെ കല്ലുകളൊക്കെ വെച്ച് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം പുല്ലൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ. ഗ്രാസ്, അത് നാച്ചുറലാണെന്ന് തോന്നിക്കാനായിട്ട്. മണി പ്ലാന്റ് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇതിലേക്ക്. വെയിൽ, സൂര്യപ്രകാശം ഇല്ലാതെയും കുറച്ചൊക്കെ കുഴപ്പമില്ലാതെ നിലനിൽക്കാൻ കഴിയുന്നതാണ്. പിന്നെ വെള്ളവും കുറവ് മതി. അതുപോലെ ഈ വെക്കുന്ന ചെടി, അതിൻ്റെ പേരെനിക്കറിയില്ല, ഇതും വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് ഇത്തരം ഗാർഡനിലേക്ക്.
ഒരു ചെറിയ കരിക്കട്ട. ഈ കരിക്കട്ട നിർബന്ധമൊന്നുമില്ല, ഞാനത് നാച്ചുറൽ എന്ന് തോന്നിക്കാനായിട്ടും പിന്നെ അല്പം വെള്ളം നമ്മൾ കുടഞ്ഞു കൊടുക്കുമ്പോൾ ഒക്കെ ശേഖരിച്ച് വെക്കാനുള്ള കഴിവുണ്ട് അതിന്. പിന്നെ ഇതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ കുറച്ചും കൂടി മണ്ണൊക്കെ ഇട്ട് ചെടികളൊക്കെ ഒന്ന് ഉറപ്പിക്കാം, ഫില്ല് ചെയ്യുക. ഇനി നമ്മൾ മോസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക, മണ്ണും ഒരല്പം കല്ലിൻ്റെ മേലേക്കൊക്കെ കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതൊരു കാണുമ്പോൾ നാച്ചുറലായിട്ട് ഉള്ള ഒരു സംഗതി പോലെ തോന്നിക്കും. മോസ് ഇതിന് നമ്മുടെ ഗാർഡന് ഒരു പ്രത്യേക, പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നില്ല, പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കും. അത് ഏറെക്കുറെ ഇത് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു സ്പ്രേയർ, ഏതെങ്കിലും വേസ്റ്റ് സാധാരണ 15 രൂപ 20 രൂപയുടെ ഒരു സ്പ്രേയർ വാങ്ങിച്ച് ബോട്ടിൽ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേക്കാൾ. തുടക്കത്തിൽ ആദ്യത്തെ ആഴ്ച നമ്മൾ 2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ വെള്ളം നനച്ച് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് ദിവസം 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 ദിവസത്തിൽ 1 പ്രാവശ്യമൊക്കെ വെള്ളം നനച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ അല്പം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അതെല്ലാം തീരെ കിട്ടാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ കട്ട വെയിലത്തല്ല, ഒരു ചെറിയ വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവയ്ക്കുക. നമ്മുടെ ഗാർഡൻ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള കുറച്ച് വീഡിയോസ് കൂടി ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.